ചേടത്തി അയ്യോ കൊച്ചമ്പ്രാനോ? തോമാചായനെന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. അപ്പണ്ട ഏടത്തി ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അവന്നെ ചോദ്യം ഏടത്തി, നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് കഴിക്കുന്നവന്മാരറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ. അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യാക്കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. ആ അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട്. അതാ വന്നേ. അയ്യോ തമ്പുരാൻ. എന്താ ഇവന്റെ പേര്? ആ ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മാന്നേ. എന്റെ അമ്മാവാ, അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം. സത്യം. സത്യ പട്ട പോരെങ്കിലോ? ഓ പട്ട പോരെങ്കിലോന്ന്. എന്താടാ പറഞ്ഞത്? പട്ട പോരെന്ന്. പട്ട പോരെങ്കിൽ 10 സ്ഥലം കൂടെ എഴുതി തരാം. പോട്ടെ, സാരമില്ല. വാ. ഒന്നും പറ്റിയില്ലല്ലോ. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ടേ ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ. ഉദയസൂര്യൻ, മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ? ആ, ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറെ ഒരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല.
വെട്ടി വെട്ടി ചിങ്കാരപ്പെട്ടി വെട്ടി തുറന്നപ്പോ വേലായ പൊട്ടി വെട്ടി വെട്ടി ചിങ്കാരപ്പെട്ടി അയ്യോ പോയേ അയ്യോ പോയേ എന്താ എന്താണ് നേരം വിളക്കുന്നത് തിരുവനന്തപുരത്ത് എത്തണം അല്ലെങ്കിൽ ആ പോയി അവിടെ കുട്ടികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. നേരെ വേഗം ചെന്നില്ലേ വേറെ വല്ലവരെ ആക്കും. ഇനി നീ ഇല്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല. ആ മുഖ്യൻ വാക്ക് പറയാൻ മതി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ മാനക്കേട് ഉണ്ടാക്കല്ലേ. എവിടെ എവിടെ ഞാനുണ്ട് എന്റെ അമ്മയ്ക്ക്. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നെടുമങ്ങാട് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ ഉമ്മർ കോയയേക്കാൾ 17,612 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അയാളും ജയിക്കും. ഗുരുവായൂരപ്പ, ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും? 40 മുൻമന്ത്രിമാരും ജയിച്ചു. ഓ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാ വരുന്നൊരാള്. നമസ്കാരം. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. കഷ്ടിച്ചാങ്ങി കയറി പോകുന്നത് 110 വോട്ടിന്റെ ഭൂരിപക്ഷം. ആ, അറിഞ്ഞു. ആദ്യം എടുത്തുപോയി. പിന്നെ എന്റെ പഴയ ഗ്രാമവികസനം തന്നെ ഇങ്ങ് തന്നേക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു? എന്ത് സംഭവിച്ചാലും എനിക്ക് ആ കടക്കപ്രതിയില്ലാത്തത്. തോറ്റാ ഹൈക്കമാൻഡിന്റെ തെറി. ഇനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം. താൻ കുറെ വികസിപ്പിച്ചതല്ലേ ഗ്രാമം. ഇനി മതി, നിർത്ത്. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം പറയരുത്. എടോ കള്ളുമുല്ലാളി, തനിക്ക് എന്താണ് ഇവിടെ കാര്യം? ഇയാൾ ഒരുത്തനാണ് നേതാവിനെ ചീത്തയാക്കുന്നത്. ഇയാൾ ഇറങ്ങി പോകാൻ പറ. നീ ആരാണ് പറയാൻ? നിനക്കറിയണോ? എന്താ ഗോപാലപിള്ളേ, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഗോപാലപിള്ളേ ഒന്ന് അടങ്ങ്. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനാ പറയുന്നത്. ധീരതയോടെ നയിച്ചോളൂ. വീരാശൂര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അയ്യോ, അവരാച്ചാലും എത്തി. ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ. എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ. ഇത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ വീടാ. എന്നെ എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെന്ന് ജയിച്ചു, മന്ത്രിയാകണ്ടേ? മന്ത്രിയാകണ്ടേന്ന്. ആ, എനിക്കൊന്ന് മുള്ളണം. ബെഡ് പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാബു പിടിച്ചിറക്ക. മഹി, വണ്ടിയുടെ സ്പീഡ് കൊണ്ട് നേരം വെളുത്ത് ഇറങ്ങില്ല. വേഗം പോവാ, അല്ലെ വേറെ വല്ലവരെ ആക്കും. തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം? I, Mahendravarma Ilayaraja, Do swear in the name of God do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister the functions of the minister and will serve, protect and defend the constitution and law and will serve, protect and defend the constitution and law to the best of my ability, to the best of my ability, and that I will devote myself to the service and that I will devote myself to the service and well-being of the people of ഇനി 5 വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട. പക്ഷേ 140 MLA-മാരെ പേടിക്കണം. ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും.
നീ ഒരു പുതുമുഖമായിട്ടും നിനക്ക് ആഭ്യന്തരം അത് തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പൂടെയൊക്കെ ഭരിക്കാനാണ്. ആദ്യമൊക്കെ കുറെ വഴി കൊടുത്തോളൂ, പക്ഷേ 2 മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം. അതത്ര എളുപ്പമല്ല. 3 കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള 140 MLA-മാർ. അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം, കുറച്ചെറപ്പണവും വേണം. ആ പണം നീ ഉണ്ടാക്കണം. എങ്ങനെ, എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. നീ നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്. ആരോപനും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്റെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA ആയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ. ഐ ആം നമ്പ്യാർ, ഫൈനാൻസ് സെക്രട്ടറി. ഇരിക്കൂ. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്പുരാൻ പറഞ്ഞു. സോറി മിസ്റ്റർ നമ്പ്യാർ, ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ആർക്കാണ്? നിങ്ങൾ അറിയില്ല. ഇനിയും അവസരങ്ങൾ വരുമല്ലോ, അപ്പോൾ പരിഗണിക്കാം. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ. വി ആർ ഫ്രണ്ട്സ്. ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മപറ്റ മക്കളാണ്. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാകുമ്പോ. ഓക്കെ, സമയം പോലെ ഞാൻ വരാം. ശരി സർ. സി മിസ്റ്റർ നമ്പ്യാർ, എന്നെ സാറെന്ന് വിളിക്കരുത്. യു കോൾ മീ തമ്പുരാൻ. ശരി തമ്പുരാൻ. ഓക്കെ, യു ക്യാൻ ഗോ. ആ